കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിന് 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള ജലവും മണ്ണും എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1ാമത്തെ യൂണിറ്റും 2ാമത്തെ യൂണിറ്റും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി 3ാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ? കൂട്ടുകാർ റെഡിയാണോ? അപ്പോൾ 3ാമത്തെ യൂണിറ്റിന്റെ പേരാണ് ജലവും മണ്ണും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മലയാളം മീഡിയമാണ് നോക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയവും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഒരു മഴയുടെ ചിത്രമാണല്ലേ. മഴയെ കുറിച്ചിട്ടും മണ്ണിനെ കുറിച്ചിട്ടുമാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് മനസ്സിലായി. കുട്ടനും കൂട്ടരും കളികൾ തുടങ്ങി. പെട്ടെന്നയ്യാ ചെറുമഴ ചാറി, മാനമിരുണ്ടു വെള്ളിടിപ്പാറി. കുട്ടനും കൂട്ടരും വീട്ടിലേക്ക് ഓടി. ചെറുമഴ പുതുമഴ കലപിലമേളം. ആ മഴ പിന്നെ പെരുമഴയായി. പെരുമഴമായി മാറി കാർമുകിൽ നീങ്ങി. മണ്ണ് കുളിർത്തു, പൂക്കൾ ചിരിച്ചു. കുട്ടൻ കൂട്ടുകാർക്കൊപ്പം കൂടി. ആർത്തു തിമിർത്തു തകതിമിതോം. അപ്പോൾ കുട്ടനും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തതാണ് ഇവിടെ പറയുന്നത് അല്ലേ. നല്ല പെരുമഴയാണ് പെയ്തത്. ഇനി താഴെ നോക്കൂ. മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടി ചിന്നിത്തെറിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ആരാ പറയുന്നത്? ഒരു മരം പറയാണല്ലേ. മഴത്തുള്ളികൾ എൻ്റെ ഇലകളിൽ തട്ടിയിട്ട് ഇങ്ങനെ തെറിച്ചു പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയാണ്. അപ്പോൾ പക്ഷി പറയാണ്, ഞാൻ ഈ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, നല്ല തണുപ്പ് എന്ന് പറയാണ്. മഴ പെയ്തപ്പോൾ പക്ഷി ആ പൊത്തിനുള്ളിലേക്ക് കയറിയിരുന്നു, അതുകൊണ്ട് മഴ നനഞ്ഞില്ല, പക്ഷെ നല്ല തണുപ്പുണ്ടെന്നാണ് പറയുന്നത്. മണ്ണ് നനഞ്ഞു കുതിർന്നു, എനിക്ക് ഈ പുതുനാമ്പുകൾ വളർന്നു വരും എന്നാണ് ചെടി പറയുന്നത്. ചെറിയ കുഞ്ഞു ചെടിയാണ് പറയുന്നത് അല്ലേ. അപ്പം മഴ വന്നപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ. മഴ കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പരിസരത്തുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? തണുപ്പുണ്ടാകുന്നു. പുഴ, കുളം, കനാല്, കിണർ മുതലായ ജലാശയങ്ങൾ നിറയുന്നു. അതുപോലെ തന്നെ പറമ്പിൽ പുല്ലുകൾ മുളക്കുന്നു. മരങ്ങളും ചെടികളും തളിർക്കുന്നു. കൃഷി തുടങ്ങുന്നു. കുഴികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറയുന്നു. അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പരിസരത്ത് ഉണ്ടാവാറുണ്ട് അല്ലേ മഴ കഴിഞ്ഞാൽ. ഇനി അവയെല്ലാം എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടുകാർ എഴുതി ചേർക്കുക. നിങ്ങളുടെ പ്രദേശത്ത് എല്ലാ കാലത്തും മഴ ലഭിക്കാറുണ്ടോ? ഇല്ല. ഏതൊക്കെ മാസങ്ങളിലാണ് മഴ ലഭിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴൊക്കെയാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷവും അതുപോലെ തന്നെ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള തുലാവർഷവുമാണ് നമുക്ക് ലഭിക്കാറുള്ളത്. ഒന്നും കൂടെ പറയാം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. അത് കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ. ഈ സമയത്തുള്ള തുലാവർഷവും നമുക്ക് ലഭിക്കാറുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ജൂണിൽ പെയ്ത മഴ സംബന്ധിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കൂ. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ. തിരുവനന്തപുരം ജില്ലയിൽ മഴയിൽ വൻകുറവ്. മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാവും കണ്ടെത്തിയത്? മഴ അളക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മഴ അളക്കാനൊക്കെ നമുക്ക് കഴിയാറുണ്ട്. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്രമാത്രം മഴ ലഭിച്ചു എന്നത് ആ മഴ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് മഴ മാപ്പിനി എന്നുള്ളത്. മഴ മാപ്പിനി. ഓക്കെ, താഴെ നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മഴ അളക്കുന്നതിനുള്ള ലളിതമായ ഉപകരണമാണ് മഴ മാപ്പിനി. ഇത് എങ്ങനെ നിർമ്മിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ആവശ്യമായ സാമഗ്രികൾ ചില്ലുകുപ്പി, ഫണല്, സ്കെയില്. എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്? ചില്ലുകുപ്പിയിൽ ഒരു സ്കെയിൽ ചിത്രത്തിലേതുപോലെ ചേർത്ത് ഉറപ്പിച്ച് വെക്കുക. ചില്ലുകുപ്പിയിലുള്ള കുപ്പിയുടെ മുകളിൽ ഫണൽ വെക്കുക. കുപ്പി തുറസായ സ്ഥലത്ത് ഉറപ്പിച്ച് വെക്കുക. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ജലനിരപ്പ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് മഴ മാപിനി ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ. കൂട്ടുകാർ അതുപോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത് നോക്കൂ. കൂട്ടുകാരൊന്നിച്ച് മഴമാപ്പിനി നിർമ്മിച്ച് ഓരോ ദിവസത്തെയും മഴയളന്ന് താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഇപ്പം മഴയുടെ സമയമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് മഴ എത്രയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നൊന്ന് കണ്ടെത്തുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ് മുറിയിലെ ബുള്ളറ്റിൻ ബോർഡിൽ രേഖപ്പെടുത്തുമല്ലോ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഏത് ദിവസമാണെന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ലഭിച്ചത് എന്നാണെന്നും നിങ്ങൾ കണ്ടെത്തുക. തീരെ മഴ ലഭിക്കാത്ത ദിവസമുണ്ടോ എന്നും കണ്ടെത്തുക. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്യേണ്ട പ്രവർത്തനമാണ്. എനിക്കും ഒരു മഴ മാപ്പിനി വീട്ടിൽ തയ്യാറാക്കൂ. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻ്റെ പരിസര പുസ്തകത്തിൽ രേഖപ്പെടുത്തി കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർ ഒന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് നോക്കൂ. മഴവെള്ളം എവിടേക്ക്? മഴ പെയ്തു കഴിഞ്ഞാൽ മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത് കൂട്ടുകാരെ? മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം വരാറുണ്ടല്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഈ വെള്ളമൊന്നും കാണാറില്ല. ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്?
നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ പ്രവർത്തനം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കൂ, ഉണങ്ങിയ മണ്ണ് നിറച്ച് അടിഭാഗത്ത് ഒരു വശത്ത് ദ്വാരമിട്ട പ്ലാസ്റ്റിക് കുപ്പിയാണ് ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തേൽ ഒരു പ്ലാസ്റ്റിക് കുപ്പി, വെള്ളം, സൂചി ഇതും തന്നിട്ടുണ്ട്. ഇനി ചിത്രം 2ലെ വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രം 1ലെ പാത്രത്തിലെ മണ്ണിലേക്ക് മഴ പെയ്യിപ്പിക്കൂ. അപ്പോൾ ചിത്രം 1ലെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം 2ലെ സാധനങ്ങൾ ഉപയോഗിച്ച് ചിത്രം 1ലെ പാത്രത്തിലേക്കാണ് മഴ പെയ്യിപ്പിക്കേണ്ടത്. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അപ്പോൾ കാണാൻ സാധിക്കും. കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക. ചിത്രം വരച്ച് ചേർക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് മനസ്സിലായി. 2 പ്ലാസ്റ്റിക് കുപ്പി, സൂചി, ഉണങ്ങിയ മണ്ണ്, വെള്ളം, അല്ലേ? ഇനി ഇതെങ്ങനെയാണ് പരീക്ഷണം ചെയ്യേണ്ടത്? ആദ്യത്തെ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് സൂചി ഉപയോഗിച്ച് ഒരു ദാരം ഇട്ട് അതിനുള്ളിൽ ഉണങ്ങിയ മണ്ണ് നിറക്കുക. രണ്ടാമത്തെ കുപ്പിയുടെ വശങ്ങളിൽ ചെറിയ കൂടുതൽ ദ്വാരം ഇട്ടു അതിൽ വെള്ളം നിറച്ച് മഴ പെയ്യുന്നത് പോലെ ആദ്യത്തെ കുപ്പിയിലേക്ക് വെള്ളം നനയ്ക്കുക. മണ്ണിൽ വീണ വെള്ളത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഉണങ്ങിയ മണ്ണിന് ജലം ഉൾക്കൊള്ളുവാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, ഉണങ്ങിയ മണ്ണാവുമ്പോൾ അവിടെ വെള്ളം വീഴുന്നുണ്ടെങ്കിൽ ആ വെള്ളം വലിച്ചെടുക്കും. അപ്പം മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളം ഭൂമി വലിച്ചെടുക്കുകയാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ജലസ്രോതസ്സുകൾ. എൻ്റെ വീട്ടിലെ കിണറ്റിൽ നിറയെ വെള്ളമുണ്ട്. അപ്പം അടുത്ത കുട്ടി എന്താ പറയുന്നത്? ഞങ്ങളുടെ വീട്ടിലെ കുഴൽ കിണറാണ്, അതിൽ എത്ര വെള്ളമുണ്ടെന്ന് കാണാൻ കഴിയില്ല. പല വീടുകളിലും കുഴൽ കിണറായിരിക്കും അല്ലേ, പക്ഷെ അതിൽ എത്ര വെള്ളമുണ്ടെന്ന് നമുക്കറിയാൻ കഴിയുമോ? ഇല്ല. ഇനി തൊടിയിലെ കുളത്തിൽ നിന്നാണ് കൃഷിക്കും വീട്ടിലെ ആവശ്യത്തിനുമുള്ള ജലം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ അഭിപ്രായങ്ങളാണ്. ജലം ലഭിക്കുന്നത് ഓരോ തരത്തിലാണെന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ വീടുകളിൽ എവിടെ നിന്നാണ് ജലം ലഭിക്കുന്നതെന്ന് എഴുതൂ. നിങ്ങളുടെ വീട്ടിൽ എവിടെയാണ്? ചിലപ്പോൾ കിണറായിരിക്കാം, അല്ലെങ്കിൽ കുഴൽ കിണറായിരിക്കാം. എന്താണെങ്കിൽ നിങ്ങളതൊന്ന് എഴുതി നോക്കൂ. ഇനി സുരംഗയും കേണിയും. ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനമാണ് സുരംഗ എന്നറിയപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിന്റെ ചില ഭാഗങ്ങളിലുമാണ് സുരംഗങ്ങൾ ഉള്ളത്. കേണി എന്നാൽ കിണർ എന്നാണ് അർത്ഥം. വലിയ മരത്തരികൾ തുരന്ന് ഭൂമിയിലേക്ക് താഴ്ത്തിയാണ് കേണികൾ നിർമ്മിക്കുക. നേരിട്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരി എടുക്കാവുന്നത്ര ആഴമേ കേണികൾക്കുണ്ടാവൂ. കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും ഇപ്പോഴും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് സുരംഗ എന്നും എന്താണ് കേണി എന്നും ഇവിടെ 2 ചിത്രങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കേണിയൊക്കെ നമ്മുടെ വയനാട് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അത് സാധാരണ ആദിവാസി പ്രദേശങ്ങളിൽ അവരൊക്കെ ഉപയോഗിക്കുന്നത് അതിൽ നിന്നാണ്. അപ്പോൾ ജലസ്രോതസ്സുകൾ നമുക്കറിയാം എന്തൊക്കെയാണ്? കിണർ, കുഴൽക്കിണർ, കുളം, തടാകം, കായൽ, കനാല്, അരുവി, പുഴ, കടൽ, ഇതൊക്കെ ജലത്തിന്റെ സ്രോതസ്സുകളാണ്. ഇനി ജീവജലം എന്നുള്ള അടുത്ത ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ കൂട്ടുകാർ ചിത്രം നോക്കൂ. ഇവിടെ എന്താണ്? ഒരുപാട് മൃഗങ്ങൾ വന്ന് വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാനുണ്ടല്ലേ. ചിത്രം നിരീക്ഷിക്കൂ. പുഴയിലെ ജലം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത് എന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മീൻ എന്തിനാണ്? ആവാസത്തിന്, അതിന് ജീവിക്കാൻ വേണ്ടിയാണ് മീന് അത് ഉപയോഗിക്കുന്നത്. ആന എന്തിനാണ്? കുടിക്കാനും കുളിക്കാനും. അതുപോലെ കൊക്ക് ആഹാരം ശേഖരിക്കാന്. മുതല ആവാസത്തിന്. മാന് കുടിക്കാന് കുളിക്കാന്. കടുവ കുടിക്കാൻ കുളിക്കാൻ. പരുന്ത് കുടിക്കാൻ കുളിക്കാൻ. കുരങ്ങ് കുടിക്കാൻ കുളിക്കാൻ. അപ്പോൾ ഇതുപോലെ ഓരോ ജീവികളുടെ പേര് എഴുതിയിട്ട് അവക്ക് എന്താണ് ജലം കൊണ്ടുള്ള ഇവിടെ ഉപയോഗിക്കുന്ന ആവശ്യം എന്ന് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. കണ്ടെത്തലുകൾ അവതരിപ്പിക്കൂ. നാം എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജലം ഉപയോഗിക്കുന്നത്? ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ ജലം ഉപയോഗിക്കാറുണ്ട് അല്ലെ. കുടിക്കാന്, കുളിക്കാന്, കൈ കഴുകാന്, അലക്കാന്, വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കാന്, കൃഷിക്ക്, ചെടി നനക്കാന്, പച്ചക്കറി നനക്കാന്, പാചകത്തിന്, പാത്രം കഴുകാന്, വാഹനം കഴുകാന്, വൈദ്യുതി ഉണ്ടാക്കാന്, വ്യവസായത്തിന്, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ ജലം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ ഏതെങ്കിലും ഒരു 4-5 എണ്ണം ഒന്ന് എഴുതിയാൽ മതി. ഇനി ആവശ്യത്തിന് ജലം ലഭിക്കാതായാൽ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കും? ചർച്ച ചെയ്ത് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ സംഭവിക്കും? കുടിവെള്ളക്ഷാമം, വയലുകളും പുഴകളും കിണറുകളും കുളങ്ങളും വറ്റുവരളുന്നു, ജലക്ഷാമം, അതുപോലെ തന്നെ സസ്യങ്ങൾ ഉണങ്ങുന്നു, ജീവജാലങ്ങൾ നശിക്കുന്നു, കൃഷി നശിക്കുന്നു. ഇതൊക്കെ നമുക്ക് സംഭവിക്കും. ഒന്നുകൂടെ പറയാം. കുടിവെള്ളക്ഷാമം, വയലുകളും പുഴകളും കിണറുകളും കുളങ്ങളും വറ്റുവരളുന്നു, ജലക്ഷാമം,
സസ്യങ്ങൾ ഉണങ്ങുന്നു, ജീവജാലങ്ങൾ നശിക്കുന്നു, കൃഷി നശിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ജലമില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, പാഴാക്കരുത്. നഗരമധ്യത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് മുഴുവൻ വെള്ളത്തിൽ. നമ്മൾ സാധാരണ കാണാറുണ്ട് അല്ലേ, നമ്മുടെ പ്രദേശത്തും ഇതുപോലെ കുടിവെള്ളത്തിന്റെ പൈപ്പൊക്കെ പൊട്ടിയിട്ട് വെള്ളം പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം നമുക്കറിയാം ജലക്ഷാമം, ജലമില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി താഴെ നോക്കൂ, ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ജലം പാഴാക്കുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് എഴുതാനാണ് പറയുന്നത്. 1, ചോർച്ചയുള്ള ടാപ്പ്. ഇതുപോലെ ചോർച്ചയുള്ള ടാപ്പ് ഉണ്ടെങ്കിൽ വെള്ളം പോകും. അതുപോലെ തന്നെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. അതുപോലെ കുളിമുറിയിലെ ഷവർ അനാവശ്യമായിട്ട് തുറന്നിടുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ കൂട്ടുകാർ 3 എഴുതി ചേർക്കുക. ജലം പാഴാകാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും? ടാപ്പുകൾ അനാവശ്യമായിട്ട് തുറന്നിടരുത്. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നെൽവയലുകൾ നിരപ്പാക്കുന്നത് ഒഴിവാക്കുക. കാരണം നെൽവയലുകളൊക്കെ നിരപ്പാക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? വെള്ളം അവിടെ കെട്ടി നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജലക്ഷാമം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പാത്രങ്ങൾ കഴുകാൻ ഒരിക്കലും ടാപ്പ് വെള്ളം നേരിട്ട് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വെള്ളം പാഴാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ കുളിക്കുമ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. കിണറും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ജലം പാഴാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്ക് ജലശുദ്ധീകരണമാണ്. മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ് മണ്ണിലേക്ക് എത്തുന്നത്? ആ വെള്ളം ഭൂമിയിലേക്ക് എത്തി അവിടെ നിന്ന് അത് ശുദ്ധീകരിച്ചാണ് നമ്മളെ കിണറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അത് തെളിഞ്ഞ വെള്ളമായിട്ട് മാറുന്നത്. ഇനി മഴവെള്ളത്തിന്റെ ഒരു ഭാഗം മണ്ണിലേക്ക് താഴേക്ക് അരിച്ചിറങ്ങുന്നു. ഇത് ഉറവയായി കിണറ്റിലും മറ്റു ജലസ്രോതസ്സുകളിലും എത്തിച്ചേരുന്നു. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കിണറ്റിലെ വെള്ളം തെളിഞ്ഞ വെള്ളമായിട്ടും നിൽക്കുന്നത്. അതുപോലെ ആ കിണറ്റിലേക്ക് പോകുന്നത് മഴവെള്ളം എന്ന് പറയുന്നത് ചെളിവെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ, മണ്ണിലൊക്കെ ഇരുന്ന് ചെളിവെള്ളമായിരിക്കും. പക്ഷെ കിണറ്റിലേക്ക് എത്തുമ്പോൾ അത് തെളിഞ്ഞ വെള്ളമായിട്ട് മാറുന്നത് ഇങ്ങനെയാണ്. ഇനി കലക്ക വെള്ളത്തെ തെളിനീരാക്കാം എന്നതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.